ഓറഞ്ച് ഫിനിഷിങ്ങോട് കൂടിയുള്ള ഒരു ഡ്യുവൽ ടോൺ ഇന്റീരിയർ ആണ് കാറിൽ വരുന്നത്. അതുപോലെ തന്നെ 4 എസി വെന്റ്സ് ആണെങ്കിലും ഫ്രണ്ടിൽ ഡാഷ്ബോർഡിൽ വരുന്നുണ്ട്. ഇതാണ് മാഗ്നൈറ്റിന്റെ ക്ലസ്റ്റർ വരുന്നത്. അതുപോലെ തന്നെ സ്റ്റിയറിംഗ് വീൽ, ഓഡിയോ കൺട്രോളും പിന്നെ ക്ലസ്റ്ററിന്റെ കൺട്രോൾസ് ഒക്കെ ആണെങ്കിലും അതിൽ സ്വിച്ച് വരുന്നുണ്ട്. ഇതിൽ ട്രിപ്പ് മീറ്റർ, അതുപോലെ ഡിമ്മിങ് കൺട്രോള്, സർവീസ് ഇൻട്രോയില്, പിന്നെ ടയർ പ്രഷർ മോട്ടർ സിസ്റ്റം, ഇതെല്ലാം തന്നെ നമുക്ക് ഇതിൽ കാണാൻ കഴിയും. ഇതിൽ ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോൾ AC, അതുപോലെ തന്നെ വയർലെസ് ആയിട്ടുള്ള ആൻഡ്രോയിഡ് ഓട്ടോ ആപ്പിൾ കാർപ്ലേ സപ്പോർട്ട്. ഫ്രണ്ടിൽ അമർസ്റ്റിനൊപ്പം തന്നെ അതിൽ ഒരു ചെറിയ സ്റ്റോറേജ് സ്പേസും കൂടെ മാഗ്നേറ്റ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ വളരെ അട്രാക്റ്റീവ് ആയിട്ടുള്ള രീതിയിലാണ് ഇതിൻ്റെ സീറ്റും കാര്യങ്ങളും ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അത്യാവശ്യം നല്ല ലെഗ് റൂം സ്പേസ് ഇതിൽ കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ കാറിൻ്റെ ടോപ്പ് സൈഡിൽ ആപ്പ് ലാംപ്സ് ഒക്കെ കാണാൻ കഴിയും. അതുപോലെ തന്നെ സെൻസർ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ ഒരു കാറിൽ ഡേ നൈറ്റ് IR വരുന്നുണ്ട്. കാറിൻ്റെ ഔട്ട്ഫിറ്റ് നോക്കുമ്പോൾ ഫങ്ഷണൽ റൂഫ് റെയിലും ഷാർപ്പിൻ ആൻറ്റിനയും സ്പോയിലറും, അതുപോലെ തന്നെ ബാക്ക് സൈഡിൽ റിയർ വൈപ്പറും വാഷറും ഡീഫോഗറും കൊടുത്തിട്ടുണ്ട്. 336 ബൂട്ട് സ്പേസ് വരുന്നത്. പിന്നെ ബാക്ക് സൈഡിൽ നിസാൻ്റെ ഒരു ബാഡ്ജിങ് കാണാൻ കഴിയും. പിന്നെ ഇതിൽ സ്പ്ലിറ്റഡ് ആയിട്ടുള്ള ഒരു LED ടെയിൽ ലാംപ്സ് ആണ് വരുന്നത്. 16 ഇഞ്ചാണ് ടയർ സൈസ് വരുന്നത്. ലെങ്ത് 3994 mm, വിഡ്ത്ത് 1758 mm, ഹൈറ്റ് 1572 mm, വീൽ ബേസ് 2500 mm, അതുപോലെ ഗ്രൗണ്ട് ക്ലിയറൻസ് വരുമ്പോൾ 205 mm ആണ് വരുന്നത്. കാറ് 1 ലിറ്റർ പെട്രോളിലും ടെർബോയിലും അവൈലബിൾ ആണ്. അതുപോലെ നിസാൻ എന്ന് പറയുന്ന കമ്പനി ഈ ഒരു മാഗ്നറ്റ് വർഷമായിട്ട് ഓടിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്ക് ഈ ഒരു കാറിനെ കുറിച്ച് എന്താണ് അഭിപ്രായം എന്ന് ജസ്റ്റ് ഒന്ന് കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഒരു വീഡിയോയിൽ വീണ്ടും